ഹലോ നമസ്കാരം ഗൈസ്, ഞാൻ മിലൻ പെപ്പേത് വേണ്ട മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചിക്ക്മംഗ്ലൂരിൽ നിന്നും ഗോകർണയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഗോകർണയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അങ്ങോട്ട് പടപടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ട ഗോവയിലെത്തും. ഗോകർണയിൽ ഒരു ദിവസത്തെ സ്റ്റേ, ഗോകർണയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ ഗോവ എന്ന് പറയുമ്പോൾ തന്നെ ജെവിയുടെ മുഖമൊക്കെ അങ്ങ് മാറും. അവൻ്റെ ഏറ്റവും ഡ്രീം പ്ലേസാണ് ഗോവ. നീ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പോകണല്ലേ? അപ്പോൾ എന്തായാലും പോയി അടിച്ചു പൊളിക്കണ്ടേ ഗോവയിൽ? ന്യൂ ഇയറും കൂടെ കൊറോണ എങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നാലും ന്യൂ ഇയറിൻ്റെ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ ഗോവയിൽ നമുക്ക് കാണാം. പൊളിയായിരിക്കും ഗോവ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്ന് ഓടി ഗോകർണയിലെത്തണം. ഗോകർണയിലെത്തി ഉറപ്പായിട്ട് ഇരുട്ടും. ഇപ്പോൾ സമയം തന്നെ 3 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഓടി എത്തുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ഇരുട്ടും. അപ്പോൾ എന്തായാലും ഗോകർണയിലെ വിശേഷങ്ങൾ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഗൈസ്, അപ്പം ഗോവയിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ഗോകർണ ഉള്ളത്. അപ്പം നമുക്ക് 2 വഴി കൂടെ ഗോകർണയിലോട്ട് പോകാം. ഒന്ന് താണ്ട നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ കണ്ണൂർ, മംഗലാപുരം, അവിടെ നിന്ന് ഉടുപ്പി വഴി നമുക്ക് ഡയറക്റ്റ് ഉദ്ദേശർ വഴി ഡയറക്റ്റായിട്ട് ഗോകർണയിലെത്തി അവിടെ നേരെ നമുക്ക് ഗോവയിലോട്ട് പോകാം. പക്ഷേ ഞങ്ങളിപ്പം പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ചിക്ക്മംഗ്ലൂർ റൂട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ചിക്ക്മംഗ്ലൂരിൽ നിന്ന് ശിവമോഗ അവിടെ നിന്നായിരിക്കും ഡയറക്റ്റായിട്ട് ഗോകർണയിലോട്ട് പോകുന്നത്. മുർദേശ്വർ വഴി അവിടെ നിന്നായിരിക്കും ഗോകർണയിൽ പോകുന്നത്. അപ്പോൾ ഏത് വഴി കൂടെ പോയാലും മുർദേശ്വർ ടച്ച് ചെയ്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. വളരെ മനോഹരമായ സ്ഥലമായിരുന്നു ചിക്ക്മംഗ്ലൂർ. ചിക്ക്മംഗ്ലൂർ വീട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോഴത്തെ അവിടെ വരുമ്പോഴത്തേക്ക് സീസണിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കാണാനായിട്ടുള്ളത്. പക്ഷേ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ചിക്ക്മംഗ്ലൂർ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ചിക്ക്മംഗ്ലൂരിൻ്റെ അടിപൊളി റോഡിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും നല്ല മനോഹരമായ മലഞ്ചെരുവുകളും കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈഡിൽ നോക്കി ഒരുപാട് ചെറിയ ചെറിയ കരിമ്പും കൃഷി, ചെറിയ തോട്ടങ്ങളായിട്ട് കരിമ്പും കൃഷി, പൂക്കളുടെ കൃഷി, അങ്ങനെ ഒരുപാട് തോട്ടങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗോകർണം വിശേഷങ്ങളൊക്കെ കണ്ടങ്ങനെ യാത്രയാകാം. അങ്ങനെ നമ്മളാണ് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ അകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കാപ്പിയുടെ എസ്റ്റേറ്റ് ഉള്ളത്. ചിക്ക്മംഗ്ലൂർ അറിയപ്പെടുന്ന തന്നെ ദ ലാൻഡ് ഓഫ് കോഫി എന്നുള്ള പേരിലാണ് ചിക്ക്മംഗ്ലൂർ അറിയുന്നത്. ഒരുപാട് കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ചിക്ക്മംഗ്ലൂർ. ഓക്കെ, സൈഡിലെല്ലാം ചെറിയ 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 കാപ്പിത്തോട്ടങ്ങളല്ല, കാപ്പി മരങ്ങളാണ്. ചെറിയ ചുമന്ന കുരുവില്ലേ, അത് കാപ്പിക്കുരുവാണ്. അത് ഉണക്കി പ്രോസസ്സ് ചെയ്തൊക്കെ വരുന്നതാണ് നമുക്ക് വീട്ടിൽ വരുന്ന കോഫി. ഇവിടെ ഒരുപാട് കിലോമീറ്റർ കണക്കിന് ഉണ്ടല്ലോടാ, ഒരുപാട് ഇഷ്ടം പോലെ. ഇത്ര നേരം നമ്മൾ യാത്ര ചെയ്തത് മൊത്തം ഇതിനകത്തൂടെയായിരുന്നു. അതാണ്, ഒരുപാട് ഇഷ്ടം പോലെ കാപ്പി എസ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് തേയില എസ്റ്റേറ്റുകൾ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ കാപ്പി എസ്റ്റേറ്റ്, കാപ്പി കൃഷി നടക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ചും കൂടെ നല്ല വ്യക്തമായിട്ട് കാണാം കേട്ടോ. കാപ്പിയുടെ ചെടികൾ, ചെറിയ 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 ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. റോഡിന്റെ നടുക്കൂടെ കേട്ടാ പോത്തുകളൊക്കെ പോണ. ഇതിൽ ബെല്ലാരി രാജ സിനിമ കണ്ടിട്ടുണ്ടോ നീ? പക്ഷെ ബെല്ലാരി രാജ മമ്മൂട്ടിയുടെ സിനിമ രാജമാണിക്യം കണ്ടിട്ടുണ്ടോ നീ? അതിനകത്ത് ആ സെറ്റപ്പ് നോക്കി, രാജമാണിക്യ സെറ്റപ്പ്. രാജമാണിക്യം കംപ്ലീറ്റ് പോത്തുകളൊക്കെ തോന്നിയ റോഡിലൂടെയൊക്കെ നടന്നു. അപ്പോൾ ഒരുപാട് നേരമായിട്ട് നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞിട്ടാടാ, കുറേ ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയ്ക്കിടത്ത് നിർത്തി ഒരു
അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിർത്തി. ഇവിടെ അവിടെ നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഇച്ചിരിയൊക്കെ നെറ്റ് കിട്ടുന്ന നടത്തുകൊണ്ട് നിർത്തി. ഒരുപാട് സമയമായിരുന്നു അപ്ലോഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. അവിടെ മനസ്സിലായി ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. എവിടെയെങ്കിലും വെച്ച് നെറ്റിൻ്റെ സ്പീഡ് ഇട്ട് നടത്തുകൊണ്ട് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം. ഡെയിലി അപ്ലോഡിങ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. എന്തായാലും നമ്മൾ ഓടുവാണ്. ബാക്കിയും കൂടെ അപ്ലോഡ് 50% ആയോളൂ. ഇപ്പം ബാക്കി 50% കൂടെ അപ്ലോഡ് ചെയ്യണമുണ്ട്. എന്തായാലും അടുത്ത ഏതെങ്കിലും നല്ല കുറച്ച് സിറ്റി പോലത്തെ സൈറ്റ് കാണുവാണെങ്കിൽ ചവിട്ടിയേക്കണം. ഇപ്പോൾ ഒരുപാട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു സമയം പോയതുകൊണ്ടാണ് പണി കെട്ടിപ്പോയത്. ആകെ 100 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഓടിയതിനു ശേഷം ഏതെങ്കിലും പെട്രോൾ പങ്കിൽ നിർത്തിയിട്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം ഓടിപ്പിടിക്കാമെന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം അല്ലേ. അപ്പോൾ ഓക്കെ. എവിടെ ഗൈസ് അപ്പം ഇവിടെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഫുള്ള് CCTV കവറേജാണ്, ഒരു പ്രശ്നവുമില്ല, അതിനായിട്ട് ചെന്നു. ഞങ്ങളുടെ ഗണ്ണ് വരെ ഉണ്ടെന്ന്, തോക്ക് വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. തെളിയതാണോ ഒന്നും അറിഞ്ഞൂടാ എന്നാലും. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. ഇനിയപ്പോൾ ഒന്ന് മുഖം കഴുകണം, കുറച്ച് പണികളുണ്ട്. ഇനി എഡിറ്റ് ചെയ്യണം. ഇന്ന് തൊട്ട് കുറച്ച് എഡിറ്റിങ്ങിനകത്ത് നേരത്തെ കൂട്ടി എഡിറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പരിപാടി ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരുപാട് പണികൾ ഇനി ബാക്കിയുണ്ട്. ഞങ്ങൾ എന്തായാലും വരുന്ന വഴിക്കാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. കാര്യം രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന പെട്രോൾ പമ്പിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര റിസ്കിയറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളാണ് ചിക്ക്മാംഗ്ലൂരിൽ നിന്നും ഡയറക്റ്റ് ഗോകർണയിലോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഗോകർണയിലോട്ട് ഇനി 180 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ നല്ല നെറ്റിന് ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കാണ് ഒരിടത്ത് സ്റ്റേ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ ഭയങ്കരമായ സ്ലോ ആയിരുന്നു. പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി. ഇപ്പോഴത്തേക്ക് വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി സ്റ്റേ ഹാൾട്ട് അടിച്ച് നൈസ് പ്ലസൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ചിക്ക്മാംഗ്ലൂർ ഗോകർണ റോഡിലോട്ട് ഒരുപാട് പുതിയ പെട്രോൾ പമ്പുകളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെട്രോൾ പമ്പ് നോക്കിയൊക്കെ സെലക്ട് ചെയ്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ സമ്മതിച്ച് ഇവിടുത്തെ ഒരു മാനേജറിനടുത്ത് നേരിട്ട് നിന്ന് ചോദിച്ചു. അപ്പം ആൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡയറക്റ്റ് നമ്മൾ സമ്മതിച്ച് കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഏതൊരു കുളിച്ച് ടോയ്ലറ്റിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് എല്ലാം വൃത്തിയായി സെറ്റാക്കി. ഇനി നമ്മൾ പെപ്പയൊന്ന് വൃത്തിയാക്കാനുണ്ട്. അത് എന്തായാലും വൃത്തിയാക്കൽ ഇവിടെ വെച്ച് നടക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ലൊരു സൈറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ വൃത്തിയാക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണാം. മുള്ളിയാങ്കിരി, അതായത് ഹയസ്റ്റ് പീക്ക് ഓഫ് കർണാടകയിലെ ഏറ്റവും വലിയ പീക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് പോയി കാണാം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ചെറിയ ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കണം. അതിനകത്ത് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ അമർത്തിയേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഗോകർണ ഫസ്റ്റ് തിരി ഇടിച്ചോ. ഓക്കെ, ഗോകർണ നീ ഗോവയെ വിട്ട് കളിക്കത്തില്ല. ഞാൻ മുതലേ വിട്ടാ ഇല്ല അതിനകത്ത് കളിക്കാത്ത. എനിക്ക് മുതലേ കാണണം. അതേപോലെ എനിക്ക് ഗോവ കാണണം. ഇറങ്ങി അന്നോട്ട് പറയാം ഗൈസ്, എനിക്ക് ഗോവ കാണണം, എനിക്ക് ഗോവ കാണണമെന്ന്. ഏതായാലും നിന്നെ ഗോവ കാണിക്കും. ഗോവയെ 3 ദിവസം കിടക്കും. നമ്മളവിടെ പോയി ബിയർ അടിക്കും. പോരെ? ഈ സെക്കൻഡ് നമ്മളിവിടെ പെട്രോൾ അടിച്ച് കുറച്ച് എയർ അടിക്കാണ്ടല്ലോ. രാവിലെ നോക്കിയപ്പോൾ കുറച്ച് എയർ കുറവായിട്ട് തോന്നി. എന്തായാലും അങ്ങോട്ട് നിർത്തട്ടെ. റിവേഴ്സ് എടുത്തു, ഫ്രണ്ടിലോട്ട് പോകണ്ട കേട്ടോ. കഴിച്ചപ്പോൾ നമ്മുടെ പെപ്പയ്ക്കകത്ത് ബാക്കിയുള്ള 3 വീലിലും കാറ്റൊക്കെ അടിച്ച് നിറച്ച് സെറ്റപ്പ്. ഇനിയിപ്പോൾ അതും കൂടെ ഉള്ളു. എയറൊക്കെ അടിച്ച് കംപ്ലീറ്റും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നേരെ ഗോകർണ ഗോ കമോൺ. അയ്യോ അണ്ണാച്ചി. നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. സാഗർ 44, ജോഗ് ഫോൾസ് 70 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാനാണ് ജോഗ് ഫോൾസ് ഒക്കെ ഉള്ളത്. ജോഗ് ഫോൾസ് നമ്മൾ ചെറിയ ടേണിങ് എടുത്ത് പോയാൽ മാത്രം മതി. പക്ഷേ ജോഗ് ഫോൾസിൽ ഇപ്പം വെള്ളമില്ല എന്ന് അറിയപ്പെട്ടല്ലേടാ. വലിയ സുഖമില്ലെന്ന്. കാര്യം ഇന്നലെ നമ്മളൊരാളെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞതാണ്, ജെബിൻ ചേട്ടൻ പറഞ്ഞാണ് അവിടെ വലിയ സുഖമില്ല, ഇപ്പം ചുമ്മാതെ പോകണം, വെള്ളമൊന്നുമില്ല, അതിനെക്കാട്ടി വൃത്തി പോകാതിരിക്കുന്ന എനിക്കൊന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്തതാണ് സംഭവം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു ജോഗ് ഫോൾസ്. അപ്പോൾ ഇതുവഴി പോയി നമുക്ക് ജോഗ് ഫോൾസിലും കയറാൻ സാധിക്കും അല്ലേ. അത്യാവശ്യം നല്ല ഫേമസ് ആയി ജോഗ് ഫോൾസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗോകർണയിലെ ബീച്ചുകളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് അല്ലെങ്കിലും ഒരൊറ്റ ദിവസം ഗോകർണ നിൽക്കത്തുള്ളൂ ഗൈസ്. നേരെ ഗോവയിലോട്ടായിരിക്കും പോകണം. കാര്യം ഗോവയിലോട്ട് ഒറ്റയടിക്ക് റൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഗോകർണ സ്റ്റേ ചെയ്യാനിരിക്കുന്നത്. അവിടുത്തെ ഏതെങ്കിലും 1-2 ബീച്ചോ വിസിറ്റ് ചെയ്യണം. പ്ലസൻ്റ് ആയിട്ട് അവിടെ നിൽക്കണം, ഫുഡ് ഉണ്ടാക്കണം, നല്ലപോലെ എൻജോയ് ചെയ്യണം. നെക്സ്റ്റ് ഡേ പാക്കപ്പ്. അത്രേ ഉള്ളൂ. ഏതാണ്ട് 130 കിലോമീറ്റർ ഒറ്റ റോഡാണ്. 130 കിലോമീറ്റർ ഒറ്റ റോഡ്.
ഈ 130 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് NH66 കയറിയാൽ മതി. അതുകൊണ്ട് എന്തായാലും വഴി തെറ്റത്തില്ല, നേരെ ഇരുന്നു. 130 കിലോമീറ്റർ ആകുമ്പോൾ എങ്ങാനും 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. 2 അല്ല 3 മണിക്കൂർ എടുക്കും കേടാ. ജബി വിശക്കുന്നുണ്ടോ? നമുക്ക് ഏതായാലും ചെറിയൊരു കടയിൽ കയറിയാലോ? അതെ, എനിക്കും കുറച്ചൊക്കെ വിശക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ കുറേ നേരം കാട്ടിനകത്തൂടെ ഓടി വന്നതിന് ശേഷം ഒരു ടൗൺ കണ്ടതാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഇവിടെ അടുത്ത് നല്ലതരം കടയുണ്ടെങ്കിലേ പയ്യെ കൊണ്ടങ്ങ് ചവിട്ടിക്കോ. ഓ രസോട്ട് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഹോട്ടൽ കിട്ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നൈസിന് കഴിക്കാം. വയറ് വിശന്ന കുടൽ കത്തുന്നു. അതായത് നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കിയില്ല, കാര്യം ഇനി ലേറ്റ് ആകുമെന്ന് മനസ്സിലായി. കാര്യം ഇന്ന് ഓടി ഗോകർണത്തിലെത്തണം. ഗോകർണത്തിൽ കുറച്ച് കറങ്ങാനുമുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ രാവിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ നിന്ന് ലേറ്റാകും. രാത്രി എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ബീച്ച് സൈഡ് ഫുഡ് കുക്കിംഗ് നൈസ്. ബീച്ചിൽ പോയി റെസ്റ്റ് എടുക്കുക, പൊളിക്കും. ജവിയെ ഓക്കെ അല്ലേ? നമുക്കിവിടെ ചെറിയ കടയിൽ കയറി കണ്ട ദോശയും ചമ്മന്തി അടിക്കാന്ന് വിചാരിച്ചു. ചമ്മന്തി കൊള്ളാം, കുഴപ്പമില്ല. രാവിലത്തേക്കുള്ളതാവുമല്ലോ. ഏകദേശം അപ്പോൾ നമ്മൾ കണ്ട ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ പോട്ടെ. ഈ പട്ടണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കാട് തന്നെ ആയിരിക്കും. ഒന്നും ഇല്ലാത്ത കുറേ കാട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് ജോഗ് ഫോൾസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ജോഗ് ഫോൾസിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും കയറുന്നില്ല ജോഗ് ഫോൾസ്. അപ്പം വലിയൊരു പരിപാടി ഇല്ല. നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത്രയ്ക്ക് വലിയൊരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് കയറുന്നില്ല. പക്ഷെ ഫേമസ് ആണ് ജോഗ്. കുറച്ച് നേരമായിട്ടൊരു അടിപൊളി കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. കാട്ടിൻ്റെ സൈഡിലോട്ട് ഒന്നുമില്ല. എത്രയോ കിലോമീറ്റർ 10-35 കിലോമീറ്റർ അടുപ്പിച്ചല്ലേ? 10-35 കിലോമീറ്റർ ആയിട്ട് ഒറ്റ കാണാം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സൂപ്പറായിട്ടുണ്ട്. ഇടയ്ക്ക് പല സൈൻ ബോർഡുകൾ കാണാം. അതായത് ആനയെ കണ്ടില്ല. ഇത് നമ്മുടെ സിംഹവാലൻ കുരങ്ങ്, കിങ് കോബ്ര, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസിനൊക്കെ അങ്ങനെ സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള. എന്തായാലും ഇപ്പോൾ അടുത്ത ഒരെണ്ണം കിട്ടുമായിരിക്കും പോണ വഴിക്ക് തന്നെ ആ ഒരു ബോർഡ്. ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. നല്ല വളവും തിരിവായതുകൊണ്ട് നമുക്ക് വെറും പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് സോൺ, ഗോസ്ലോ ആണ്. ഇവിടെ ഒരുപാട് ബോർഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. കാര്യം ഇച്ചിരി സീനാണ്. ഇങ്ങനെ എസ് വള പോലെ ഇങ്ങനെ ഫുള്ള് കിടക്കും. എസ് വള പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വളവ് കിടക്കുക. ഒരു ഇച്ചിരി ഗ്രാമപ്രദേശം എത്തിയടാ ജബി. കുറേ നേരമായിട്ട് അവിടെ കണ്ട കൃഷിയൊക്കെ കണ്ടു തുടങ്ങി. ഒരു മനുഷ്യനെങ്കിലും കണ്ടു റോട്ടിൽ. എന്തായാലും കാര്യമായി. അതാണ് കേസ്. ഈ ഒരു കുരങ്ങ അവിടെ ഇഷ്ടംപോലുണ്ട്. മിക്കയിടത്ത് ഈ ഒരു ബോർഡ് കാണാം. പക്ഷെ കുരങ്ങനെ മാത്രം ഞാൻ കണ്ടില്ല ഇതിനായിട്ട്. ലതി കണ്ടോ? ഞാനും കണ്ടില്ല. പോട്ട് എവിടെങ്ങനെ വെച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ നമുക്ക് പോവാം. എവിടാ അവൻ വേറെ? ഹായ്.
അപ്പോൾ ഈ കാട്ടിലെ ഒരുപാട് എണ്ണം കുരങ്ങന്മാരുണ്ട്. ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് കുരങ്ങന്മാരുടെ. എനിക്ക് കുരങ്ങന്മാരുടെ മാത്രം കാണാൻ തോന്നുന്നല്ലേ. എന്നാലും ഇനി ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ ഉണ്ട്. 80 കിലോമീറ്റർ അങ്ങോട്ടേക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഫുള്ള് കാട്, ഒരേ ലുക്കുള്ള റോഡുകൾ തന്നെ. പിന്നെ അതൊക്കെ പകർത്തേണ്ട കാര്യമില്ല. എന്തായാലും ഗോകർണത്തിനോട്ട് ചെല്ലുമ്പോഴത്തേക്കുള്ള ഗോകർണ വിശേഷങ്ങളൊക്കെ കാണാം. ഏകദേശം ഒരുപാട് ദൂരം നമ്മൾ കണ്ട കാട്ടിലൂടെ ഓടി ലാസ്റ്റ് കണ്ട അടുത്തൊരു റോഡ് കണ്ടിട്ടുണ്ട്. അതായത് ഈ സ്ഥലത്തിന് പേര് ഹോണവർ എന്ന് മറ്റോ ഹോണവർ എന്നാണ്ട ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ ഇനി കാടുമേടൊക്കെ വിട്ട് ഇനിയിപ്പോൾ നല്ല റോഡിലോട്ടാണ് പോകുന്നത്. നേരെ ഗോകർണം. കൊല്ലിക്കടി ടോൾ ബൂത്തിനടുത്ത് എത്തി. എത്ര രൂപയാണ്? 75 രൂപ ടോളായി. അവിടെ അപ്പം തന്നെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 30 കിലോമീറ്റർ ഓടാനുണ്ട്. പക്ഷേ വലിയ സൂപ്പർ റോഡൊന്നും അല്ലായിരുന്നു അല്ലേ, പന്ന റോഡായിരുന്നു. എന്നിട്ടും പൈസ കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കാണ് വിഷമം അല്ലേ. നല്ല റോഡാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പാട്ടും പാടി വരാം. ഇത് ഉള്ളു കുണ്ടും കുഴിയും വെച്ചിട്ട് 75 രൂപയായി. എന്നിട്ട് നമുക്ക് പോവാടാ, പോവാം. ഗോകർണ. നമ്മൾ തിരിച്ച് കേരളത്തിലെത്തിയ ഒരു സമാനത ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഫുള്ള് തെങ്ങ്, അതിൽ കറക്റ്റ് കേരളത്തിൽ എത്തിയ ഒരു ഫീല്. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടിക്കകത്ത് കയറിയതാണ്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ 21 കിലോമീറ്റർ കൂടെ ഉള്ളു ലെഫ്റ്റാണ്. രാവിലെ ഒരു പകുതി എത്രയാണ് 100 കിലോമീറ്ററോളം കാട്ടിലൂടെ. ഇപ്പം എന്താ കുറേ ദൂരം എന്താ NH-ലൂടെ. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോ ടെറൈനും ഓരോ ക്ലൈമറ്റും എക്സ്പ്ലോർ ചെയ്തു. ഇന്നലെ നല്ല കൊടും തണുപ്പായിരുന്നു. ഇന്നിങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് കൊടും ചൂട്. കൊള്ളാം, ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ജീവിതത്തിൽ. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എത്ര ദൂരം പോകാൻ പറ്റും, 1 വർഷമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ പോകാൻ പറ്റുന്ന അത്രയും ദൂരം തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം ഓരോ ദിവസം പോകുമ്പോഴും എൻ്റെ ഹരം, അതായത് യാത്രയുള്ള ഹരം കൂടിക്കൊണ്ടേ ഇരിക്കുക. അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് വാൻ ലൈഫ് എന്നൊക്കെ സംഭവം. കഴിച്ചപ്പം നമ്മൾ ഒരു ചെക്ക് പോസ്റ്റിലാണുള്ളത്. ആക്ച്വലി വരുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഗോകർണയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വണ്ടി ഒന്ന് പരിശോധിച്ച് ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു. അതായത് പോലീസുകാർ വലിയ ശീലമൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇതിലൂടെ പോട്ടോ കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് പോലീസുകാർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു. വണ്ടി ഡോക്യുമെൻറ്റ്സ് കാണിച്ചു. വണ്ടി ജസ്റ്റ് നോക്കി, വണ്ടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടെ ഇപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ചെക്കിങ് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനാണ് സംഭവം. ആക്ച്വലി ഇലക്ഷന് പ്രമാണിച്ചിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
എത്തിയിട്ടുണ്ട്. ഗോകർണ എത്തിയില്ല, ഗോകർണയെ കൂടെ ഓടുവാണ്. ഇനി കുറച്ച് ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഗോകർണ എത്തും. അപ്പോഴത്തേക്ക് ഗോകർണയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബീച്ചുകളുണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പിന്നെ മഹാബലേശ്വര ക്ഷേത്രമുണ്ട്. മഹാബലേശ്വര ക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ട് പറയാനായിട്ട്. അതായത് നമ്മുടെ ബർത്ത് ഓഫ് ശിവ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർഷത്തിന് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓം ബീച്ചുണ്ട്. അതോടൊപ്പം തന്നെ കുഡ്ലി ബീച്ചുണ്ട്, പിന്നെ പാരഡൈസ് ബീച്ചുണ്ട്. അങ്ങനെ ഒരുപാട് ബീച്ചുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഗോവയിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ബീച്ച് വിസിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടെ ജസ്റ്റ് കുറച്ച് ഒരു ദിവസത്തെ ഒരു വിസിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ഓം ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പം ഓം ബീച്ചും അതോടൊപ്പം തന്നെ എന്ത് പറ്റുവാണെങ്കിൽ കുഡ്ലി ബീച്ചും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് അതിൻ്റെ കുഡ്ലി ബീച്ചിൻ്റെ അടുത്ത് പോയി ഒന്ന് സ്റ്റേ അടിച്ച് അവിടെയൊക്കെ കുക്ക് ചെയ്ത് തൊട്ടടുത്ത ദിവസം നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒരു കറക്കം കറങ്ങിയിട്ട് നേരെ ഗോവ വിടാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഓം ബീച്ചിലോട്ട് പോണ വഴിക്ക് സൈഡിലൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണാമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിൽ ഫുള്ളും ചെറിയ നമുക്ക് ഇതേപോലത്തെ കാടുകളായിരുന്നു ഒരുപാട് കണ്ടത്. പിന്നെ കുറേ വിജനമായ ഏരിയകളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓം ബീച്ചിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ. കൊള്ളാം അല്ലേ? ഓക്കെ. ഈ കാട് ഇപ്പോൾ നമ്മൾ കയറിയില്ലേ, അത് രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇത് ഇത്ര നേരം വന്നത് വലിയ സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു, വലിയ സുഖമൊന്നും ഇല്ലാത്തൊരു വഴിയായിരുന്നു. അതിനകത്തോട്ട് വഴിയുണ്ട് കേട്ടോ അതിൻ്റെ. കൊള്ളാം. അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ടല്ലേ, ഒരുപാടില്ലേലും. ഇതുവരെ വലുതായിട്ട് ഒരുപാട് ടൂറിസ്റ്റിനൊന്നും കണ്ടില്ല. ചിലപ്പോൾ ഈ കൊറോണയുടെ സീൻ കാരണമാണ്. അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ് ഈ ഓം ബീച്ചും ഈ കുഡ്ലി ബീച്ചൊക്കെ. കഴിച്ചപ്പോൾ ഇവിടുന്ന് അടിപൊളിയെന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ബീച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഹോം ബീച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഹോം ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ തൊട്ടടുത്ത് വരുന്ന വ്ളോഗിൽ കാണാം. കഴിച്ചപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. അത്യാവശ്യം ലെങ്തിയർ ആയിട്ടുണ്ട് ഇന്നത്തെ വ്ളോഗ്, അതുകൊണ്ടാണ് ഇന്ന് അവസാനിപ്പിക്കുന്നത്. കുഡ്ലി ബീച്ചിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓം ബീച്ചിൻ്റെയും ഗോകർണയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ തൊട്ടടുത്ത് വരുന്ന വ്ളോഗിൽ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആൻ്റണി സൈനിങ് ഓഫ് വിത്ത് ജബിയെ ടാറ്റോട്രാ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. ബൈ.